കോൺഗ്രസ് വളരെ സന്തോഷത്തോടുകൂടി ആവേശത്തോടുകൂടി ആദ്യം 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പിന്നെ ഒരു 15 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 48, 10, 58, 5, 63 സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിച്ചു. അവർക്കൊരു 76 സ്ഥാനാർത്ഥികളെ ഉള്ളൂ. ബാക്കിയല്ല അത് 80 സ്ഥാനാർത്ഥികൾക്കകത്തേ ഉള്ളൂ. ബാക്കി എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പിന്നെ ഈഴവരെക്ക് ഒരുപാട് സ്ഥാനം കിട്ടിയില്ല എന്നുള്ള പരാതി വന്നു. അത് അവർ അടുത്ത ലിസ്റ്റിൽ പരിഹരിക്കും. ഇങ്ങനെ എന്തായാലും കയറി വരുന്നുണ്ട്. ഇതിനിടയിലാണ് നേമം മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഷജീർ എന്ന് പറയുന്ന അയാൾക്ക് ധാരാളം അടിയൊക്കെ കിട്ടിയ ആളാണെന്നൊക്കെ പറഞ്ഞ് മുരളീധരൻ സീറ്റ് കൊടുത്തു. കെ മുരളീധരനാണ് ഇവിടുത്തെ ഇൻചാർജ്. അപ്പോൾ സീറ്റ് കൊടുത്തപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് GV ഹരിക്ക് സീറ്റ് കൊടുത്തില്ല എന്നുള്ളൊരു കൺസെപ്റ്റിലും, GV ഹരി യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ അധ്യാപകനാണ്, കോൺഗ്രസിന്റെ വലിയ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിനൊക്കെ പരിഗണിച്ചിട്ടുള്ള നേതാവാണ്. നിയമ അസംബ്ലി സീറ്റിലൊക്കെ പരിഗണിച്ചിട്ടുള്ള അല്ലെങ്കിൽ പരിഗണിക്കുന്നൊരു നേതാവാണ് GV ഹരി. അപ്പോൾ GV ഹരിയുടെ പേരുമൊക്കെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റു പലരെയും പേര് വെച്ചുകൊണ്ട് മണക്കാട് സുരേഷ് ഇതിനകത്തൊരു മണക്കാട് സുരേഷ് KPCC സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹം വലിയ ബഹളം ഉണ്ടാക്കി. അദ്ദേഹം അവിടുത്തെ കോർ കമ്മിറ്റി, നേമത്തെ കോർ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു. അതാണ് കോൺഗ്രസിന്റെ കഥ. പിന്നെ UDF-നകത്താണെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഒരു വാർഡാണ് ആകപ്പാടെ കൊടുക്കുന്നത്, പൂന്തുറ. പക്ഷേ ഇപ്രാവശ്യം അത് പൂന്തുറ കൊടുക്കാൻ പറ്റില്ല എന്ന് കോൺഗ്രസ് ശക്തമായി പിടിച്ചതുകൊണ്ട് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായി ശബരിമല നിൽക്കുന്ന കവടിയാർ ഉൾപ്പെടെ 25 സീറ്റുകളിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കുകയാണ്. വിമതന്മാരെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ UDF-ന് വലിയ തലവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ക്രിസ്ത്യൻ വോട്ടുകളും അതുപോലെ തന്നെ കുറെ ഹിന്ദു വോട്ടും മുസ്ലിം വോട്ടും എല്ലാം അറിയാൻ സാധ്യതയുണ്ട്.